പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആധുനിക മെഡിസിൻ പുരോഗമിക്കുന്നതിന്റെ മുമ്പ്, മെഡിസിൻ ലോകത്ത് പുരോഗതി വരുന്നതിന്റെ മുമ്പ് മുസ്ലിം ഉമ്മത്തിന് എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു, എന്തൊക്കെ പഠിപ്പിച്ചു തന്നു? പ്രതിരോധത്തിന് വേണ്ടി, രോഗം പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് ശാസ്ത്രം, മെഡിസിൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഡിസിന്റെ പഠനങ്ങൾ, ഓരോ അവയവത്തിനും അതിൻ്റെതായ ഡിപ്പാർട്ട്മെന്റുകള്. എന്താ ഹബീബായ തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ജീവിതത്തിന്റെ, ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങളിലും പഠനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രെയിൻ എന്ന് പറയുന്ന സാധനം മാത്രമാണ് കാരണം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ തലച്ചോറ് ഓപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര റിസ്കിയാണെന്നാണ്. ആള് മരിച്ചുപോയേക്കും. അനസ്തേഷ്യ ചെയ്താൽ ബോധം തെളിഞ്ഞു വന്നില്ല എന്ന് വരും. അങ്ങനത്തെ അവസ്ഥയുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ചു മാത്രം പഠിക്കാൻ കഴിഞ്ഞ ഒരു ഭാഗമാണ് മനുഷ്യന്റെ ഹ്യൂമൻ ബ്രെയിൻ. പക്ഷേ നമ്മുടെ ഹാർട്ട്, നമ്മുടെ കിഡ്നി, നമ്മുടെ ലങ്സുകൾ, ശ്വാസകോശം, നമ്മുടെ കണ്ണ്, കാത്, ത്രോട്ട്, ENT എന്ന് പറയില്ലേ, ENT, ഐ, നോസ് ആൻഡ് ത്രോട്ട് അല്ലെ, മൂക്കിനെ സംബന്ധിച്ച്, തൊണ്ടയെ സംബന്ധിച്ചുള്ള സ്പെഷ്യലിസ്റ്റുകൾ, ഓപ്തൽമോളജിസ്റ്റ്, കണ്ണ് മാത്രം പരിശോധിക്കുന്ന ഡോക്ടർമാർ. എന്താണ് ഇന്നത്തെ മെഡിസിന്റെ ലോകം? എൻട്രൻസിന് മോള് പഠിക്കാന്നൊക്കെ വാപ്പ നെഞ്ചു വെച്ച് പറയാൻ നല്ല സുഖ. ആ പഠിക്കുന്ന കുട്ടിക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. എത്രയാ പഠിക്കാനുള്ളത്? നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു നല്ല വിജയവും നല്ല തഖ്വയും നല്ല ഇൽമും അവരുടെ കൈകളിൽ ശിഫാഇന്റെ കാരണവും അല്ലാഹു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുസ്ലിമത്തുകളായ ഗൈനക്കോളജിസ്റ്റുകൾ നമുക്ക് വേണം. മുസ്ലിമത്തുകളായ പെൺകുട്ടികൾ ഗൈനക്കോളജിസ്റ്റുകൾ വേണം. അതൊന്നും ആണുങ്ങൾ ചെയ്യേണ്ട പണിയല്ല. അതിന് മുസ്ലിമത്തുകളായ പെണ്ണുങ്ങൾ തന്നെ, നമ്മുടെ പെണ്ണുങ്ങൾ അവരുടെ ഔറത്ത് വെളിവാകപ്പെടുന്ന ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച രീതി നമുക്ക് ചികിത്സ തേടണം. അതിനുള്ള സാഹചര്യം ഈ ഉമ്മത്തിലെ ആളുകൾ തന്നെ പഠിച്ചില്ല എങ്കിൽ ഈ സമൂഹം മൊത്തം അതിന് ഉത്തരവാദികളാണെന്ന് മഹാനായ ഇമാമുന ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളിൽ മെഡിസിൻ അറിയുന്നവർ വേണം, എല്ലാ സയൻസും പഠിക്കുന്നവർ വേണം. മക്കളൊക്കെ നന്നായിട്ട് പഠിക്കണം. പഠിക്കുന്നുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. അൽഹംദുലില്ലാഹ്. ക്യാമ്പസിൽ പോയി കള്ളൂടിയും തോന്നിവാസത്തിലും പോയി പെടാതിരുന്നാൽ മതി, ബാക്കിയൊക്കെ കുഴപ്പമില്ല. എന്ത് ചെയ്യരുത്? വഴിതെറ്റിപ്പോവരുത്. പഠനത്തിലേക്ക് ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മുടെ കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകട്ടെ. അവരുടെ പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വിജയം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബിതങ്ങൾ പരിശുദ്ധ ഖുർആൻ പറയാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്. അല്ലാഹു തആല പ്രപഞ്ചത്തിന്റെ ചക്രവാള സീമകളിൽ അവന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരും. വഫീ അൻഫുസിഹിം, അവരിൽ തന്നെയും. നമ്മുടെ ശരീരത്തിൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു കാണിച്ചു തരും. അതെവിടെന്നാ കാണിച്ചു തരുന്നത്? മെഡിസിനിലൂടെയാണ്. കണ്ണ് കാണിക്കാൻ ചെല്ലുമ്പോഴാണ് ഡോക്ടറുടെ മുമ്പിലുള്ള കണ്ണിനെ സംബന്ധിച്ചുള്ള അത് ഡയഗ്നോസ് ചെയ്യാനുള്ള മെഷീനറി കാണുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത്. യാ അല്ലാഹ്, കണ്ണിലേക്ക് പോകുന്ന ഏതോ ഒരു ചെറിയ നരമ്പിനൊരു ചെറിയ തകരാർ, ഒരു കണ്ണിന്റെ കാഴ്ച ഡിമിനിഷിങ്, അത് കുറഞ്ഞു വരികയാണ്. മൂക്ക്, നമ്മുടെ ചെവി, നമ്മുടെ സെൻസറി ഫാക്കൽറ്റികൾ, നമ്മുടെ അവയവങ്ങൾ ഒരു സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും എന്താണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന സംഗതികളെന്ന്. സുബ്ഹാനല്ലാഹ്. ഡോക്ടർമാർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ചെറിയ മക്കളൊക്കെ ജന്മനാ ചില വൈകല്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഡോക്ടർമാർ എന്ത് പറയും? ഇത് 10,000-ൽ ഒരാൾക്കുണ്ടാകുന്ന അസുഖമാണെന്ന് പറയും ചിലപ്പോ. അല്ലെങ്കിൽ 1000-ൽ ഒരാൾക്ക് തിരുത്താൻ പറ്റുമോ, മാറ്റിത്തരാൻ കഴിയോ? അല്ലാഹു തരുന്നതല്ലാതെ ആരെ കൊണ്ടും കഴിയും. അപ്പോഴൊക്കെയാണ് നമ്മൾ നമ്മുടെ ആരോഗ്യത്തിലൂടെ അല്ലാഹു നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ ശരീരം കോടാനുകോടി വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ നിന്റെ ഉള്ളിൽ അല്ലാഹു എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിന്റെ ശരീരം എന്നത് ആയിരക്കണക്കിന് പ്രോഗ്രാമുകളാണ്. നമ്മുടെ മൊബൈൽ ഒരു ആൻഡ്രോയിഡ് പ്രോഗ്രാം ഒന്നേ കാണുന്നുള്ളൂ അല്ലേ? നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവത്തിനും ഓരോ പ്രോഗ്രാമുകൾ. നമ്മുടെ ഇന്നർ ഓർഗാൻ, നമ്മുടെ അനാറ്റമി, ശരീരത്തിന്റെ ഉൾഭാഗത്തുള്ള വിഷയങ്ങൾ ഭയങ്കരല്ലേ? ഇങ്ങനെ
വൈദ്യശാസ്ത്രം പുരോഗമിക്കുമെന്നും വൈദ്യശാസ്ത്രത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന മൈന്യൂട്ട് ചെറിയ ചെറിയ അവയവങ്ങളെ പറ്റി പോലും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമ്പോൾ ഇതൊന്നും പൊട്ടിമുളച്ചതല്ലെന്നും ചാൾസ് ഡാർവിൻ പറഞ്ഞ പോലെ പരിണാമം സിദ്ധിച്ചു വാലുമുറിഞ്ഞു പോന്നതല്ലെന്നും ഉടമസ്ഥനായ ഹക്കീമായ അസീസായ എല്ലാം കൃത്യമായും പർപ്പസോടുകൂടെ ഉണ്ടാക്കുന്ന അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് നിങ്ങളുടെയും എന്റെയും ശരീരമെന്ന് അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാൻ വൈദ്യശാസ്ത്രം വികസിക്കുമെന്ന് തന്നെയാ അള്ളാഹുവിന്റെ ഈ ആയത്തിന്റെ വിവക്ഷ. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം. നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നു. എന്താണ് നമ്മുടെ ശരീരത്തിന്റെ അത്ഭുതങ്ങൾ? ഇവിടെയാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് വൈദ്യശാസ്ത്രത്തിലേക്ക് നമുക്ക് ചില സാരോപദേശങ്ങൾ നൽകുന്നത്. ഹബീബ് തങ്ങൾ പറയട്ടെ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, യാ ലാ യൂരിദു മുമർരിദുൻ അലാ മുസ്ഹിൻ. രോഗമുള്ള ഒരാൾ, പടർന്നു പിടിക്കുന്ന രോഗമുള്ള ഒരാൾ ആരോഗ്യമുള്ള ആളുകളുടെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യരുത്? അരികത്ത് വന്നിരിക്കരുത്. ഞങ്ങൾ പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ന്യൂമോണിയ ഉണ്ട് എന്ന് പറഞ്ഞു, ന്യൂമോണിയ ഉണ്ട് എന്ന് പറഞ്ഞു. പകരുന്ന മറ്റേതെങ്കിലും അസുഖങ്ങൾ, എനിക്ക് ന്യൂമോണിയ എന്ന് ഡോക്ടർ വന്നു എന്ന് പറഞ്ഞ് ഒരാളുടെ മുമ്പിൽ വന്നിട്ട് അങ്ങ് ചുമക്കുകയാണ്, അല്ലെങ്കിൽ ഉറക്കെ കൂട്ടുവായിടുകയാണ്, അല്ലെങ്കിൽ വായയിൽ നിന്നുള്ള ഗന്ധം അല്ലെങ്കിൽ മോയ്സ്ചർ, അതിന്റെ നനവുകൾ, ഉമിനീരുകൾ മറ്റൊരാളുടെ വായിലേക്ക് എത്തുന്ന തൊട്ടരികത്ത് വന്നിരുന്നെന്ന് വർത്തമാനം പറയാൻ ഇയാൾക്കറിയണം എന്റെ രോഗം ഇങ്ങനെയാണ്. അതുകൊണ്ട് ഒരു രോഗിയും പകരുന്ന രോഗമുള്ള ഒരാൾ ആരോഗ്യമുള്ള മറ്റൊരാളിന്റെ അരികത്ത് പോയിരിക്കരുതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത്. ലാ അദ്വാ വലാ തുയ്റത വലാ ഹാമത വലാ സുഫർ. നബി തങ്ങൾ പറയുമായിരുന്നു, പകർച്ചവ്യാധി എന്ന് പറയുന്ന സംഗതി, ഒരു രോഗം പടരുന്നത് പകർച്ചവ്യാധി കൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പകർച്ചവ്യാധി എന്ന അതാണ് രോഗം തരുന്നെന്ന് വിചാരിക്കരുത്. അത് തരുന്ന മുസബ്ബിബ് അല്ലാഹുവാണ് എന്ന് പറയാനാ പകർച്ചവ്യാധി ഇല്ല എന്ന് നബി തങ്ങൾ പറയാൻ കാരണം. അതേ നബി തങ്ങൾ തന്നെയാണ് പകരുന്ന രോഗമുള്ള ആളുകൾ, ആരോഗ്യമുള്ള ആളുകൾ അടുത്ത് വന്നിരിക്കരുതെന്ന് പറഞ്ഞത്. നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ അസുഖമുണ്ടെന്ന് വിചാരിക്കുക, ചിക്കൻ പോക്സ്. ഉമ്മ പറയാ, 2 ദിവസം പോയില്ലല്ലോ സ്കൂളിലേക്ക്, ഇന്ന് മോൻ പോയിക്കോട്ടെ. എന്താ സംഭവിക്കുക? ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും അസുഖം വരും, അല്ലേ? ചെയ്യാൻ പാടില്ല. കുട്ടിയെ വീട്ടിൽ നിർത്തുക, അസുഖം മാറുന്നവരെ നിർത്തുക. പകർച്ചവ്യാധിയുള്ള അസുഖങ്ങൾ വരുമ്പോ സ്കൂളിൽ പറഞ്ഞയച്ച് അറ്റൻഡൻസ് പോകുമല്ലോ എന്നല്ല ചോദിക്കേണ്ടത്, മുത്തുനബി തങ്ങൾ എന്ത് പറഞ്ഞു എന്ന് ആലോചിക്കുക. പകരുന്ന രോഗമുള്ള ആൾ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുള്ള സ്കൂളിൽ ജോലി ചെയ്യുന്നവർ അങ്ങോട്ട് കയറി വരുമ്പോ ചെറിയ മക്കളിലേക്ക് രോഗം പറന്നു കൊടുക്കുന്ന അവസ്ഥകളിൽ നിങ്ങൾ രോഗികൾ കടന്നു ചെല്ലല്ലേ എന്ന് ഈ ഹദീസിന്റെ പരിധിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും, അല്ലേ? നബിതങ്ങളുടെ ഉപദേശമാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഓടിച്ചു പോവുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇന്ന മിനൽ ഖറഫി തലഫ്, ഇന്ന മിനൽ ഖറഫി തലഫ്. ഇവിടെയാണ് ഡോക്ടർമാരുടെ സേവനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന മിനൽ ഖറഫി അത്തലഫ്. രോഗികളുമായി ഇടപെടുന്നതിൽ, രോഗികളെ തൊടുമ്പോഴും രോഗികളെ ശുശ്രൂഷിക്കുമ്പോഴും അത്തലഫ്, ഒരുപക്ഷേ മാറാവ്യാധികൾ ഇങ്ങോട്ട് പരക്കുകയോ ഡോക്ടർക്ക് തന്നെ മരണം സംഭവിക്കുകയോ ചെയ്തേക്കും. അത്രയും റിസ്കിയായ ജോലിയാണ് നമ്മുടെ നഴ്സുമാർ ഹോസ്പിറ്റലുകളിൽ, ക്ലിനിക്കുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഡോക്ടർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന മിനൽ ഖറഫി അത്തലഫ്. രോഗികളുമായി ഇടപെടുന്ന സമയത്ത് മരണം വരെ സംഭവിക്കാം. അത്രയും സ്വന്തം ശരീരത്തെ, ആരോഗ്യത്തെ എൻഡേഞ്ചർ ചെയ്യുന്ന രീതിയിലുള്ള സർവീസാണ്, അതുപോലെയുള്ള സേവനമാണ് നമ്മുടെ ഡോക്ടർമാർ ചെയ്യുന്നതെന്ന് എന്റെ മുഅ്മിനീങ്ങളെ നമ്മളെങ്കിലും മനസ്സിലാക്കണം. അവരെ ബഹുമാനിക്കപ്പെടേണ്ടവരാണവർ, ആദരിക്കപ്പെടേണ്ടവരാണവർ, മാന്യമായ ശമ്പളം നൽകപ്പെടേണ്ടവരാണവർ. കാരണം അത്രയും സ്വന്തം ശരീരത്തെ പോലും റിസ്ക് ചെയ്തുകൊണ്ടുള്ള ജോലിയാണ്. ഏതെല്ലാം രോഗം പിടിച്ചവർ ഡോക്ടറുടെ അരികത്തേക്ക് വരും. പകരുന്നത് മാറാവ്യാധികൾ പടർന്നു പിടിച്ചാൽ പിന്നെ മരണത്തിൽ കലാശിക്കുന്നത് നിനക്കല്ലേ? അതൊക്കെ ഉണ്ടായിരിക്കെയാണ് ഡോക്ടർമാർ സ്വന്തം മക്കളെയും കുടുംബത്തെയും കാണാനില്ലാതെ. നമ്മൾ പറയും പൈസ കിട്ടുന്നില്ലേ, ഈ പൈസ കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ?
24 മണിക്കൂറും ഓൺ കോൾ അവൈലബിൾ ആയിരിക്കണം. ഒരു റിസ്കുള്ള കേസ് വന്നാൽ നട്ടപ്പാതിരാക്ക് വിളിച്ചാൽ പോലും ഡോക്ടർമാർ ഓടി വരണം. ഇന്ന മിനൽ ഖറഫി അത്തലഫ്, രോഗം ചികിത്സിക്കുന്നതിൽ മരണം വരെ സംഭവിക്കാനുള്ള റിസ്കുള്ള ജോലിയാണതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്. ആ പുണ്യകരമായ ജോലിയിലൂടെ ഒരു രോഗിക്ക് ആശ്വാസം കൊടുക്കാൻ ഒരു മനുഷ്യൻ ചെയ്യുന്ന സേവനം എത്ര മഹത്തരമാണെന്ന് പഠിപ്പിക്കാനാണ്. എത്ര ഗുണകരമാണ്, അല്ലാഹുവിന്റെ എത്ര കൂലി കിട്ടും അതിന്. നബി തങ്ങൾ തന്നെ രോഗസുരക്ഷയ്ക്ക് വേണ്ടി നമ്മളോട് പറഞ്ഞു തന്നു, ഇജ്അൽ ബൈനക വബൈനൽ മജ്ദൂമി ഖദറ റുംഹിൻ ഔ റുംഹൈൻ. കുഷ്ഠരോഗം പോലെയുള്ള രോഗം ബാധിച്ച ആളിന്റെയും നിങ്ങളുടെയും ഇടയിൽ ഒരു കുന്തത്തിന്റെയോ 2 കുന്തത്തിന്റെയോ ഡിസ്റ്റൻസ്, ഒരു സ്പിയർ എന്ന് പറഞ്ഞാൽ ഏതാനും മീറ്ററുകൾ നിങ്ങൾ അകലം പാലിക്കണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗങ്ങൾ അല്ലാഹു തരുന്ന പരീക്ഷണങ്ങളാണെന്നും രോഗികൾക്ക് ഓരോ സെക്കൻഡിലെ വേദനയ്ക്ക് പകരവും അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരുടെ സ്ഥാനങ്ങൾ ഉയർത്തിക്കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ അതേ നബി തങ്ങളാ പറയുന്നത്. കുഷ്ഠരോഗം പിടിച്ച ആളുകളുടെ അരികത്തേക്ക് നിങ്ങൾ തൊട്ടടുത്ത് പോയിരിക്കേണ്ടതില്ല. മദർ തെരേസ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, വളരെ ഭയങ്കരം ജീനിയസ് ഒക്കെ ശരിയാണ്. ശറഈന്റെ കാഴ്ചപ്പാടിൽ എന്ത് വേണം? ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഏതാനും മീറ്ററുകൾ നിങ്ങൾ കുഷ്ഠരോഗികളിൽ നിന്ന് അകലം പാലിക്കണമെന്ന് ഡോക്ടർമാരടക്കമുള്ള ആളുകൾക്ക്, ചികിത്സിക്കുന്നവർക്ക്, സാധാരണക്കാർക്ക് രോഗം പടരാതിരിക്കാനും അതിന്റെ അപകടങ്ങൾ വരാതിരിക്കാനും വേണ്ടി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ആത്മീയ വൈദ്യനും നമ്മുടെ ശരീരത്തിന്റെ വൈദ്യവും എല്ലാം അറിയുമായിരുന്ന ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു മെഡിസിന്റെ ശാഖ തന്നെയുണ്ട്, അത്തിബ്ബുൻ നബവി, the prophetic medicine. അത്തിബ്ബുൻ നബവി, നബി തങ്ങൾ നിർദ്ദേശിച്ച മരുന്നുകളുണ്ട്, ഹബീബ് നിർദ്ദേശിച്ച ചില പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ട്. അത് പാലിച്ചുകൊണ്ട് അത് പഠിക്കുന്ന ശാസ്ത്രശാഖ വരെയുണ്ടെന്ന് എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാമ ഇബ്നുൽ ഖയ്യിം തങ്ങൾ തന്നെ അത്തിബ്ബുൻ നബവി എന്ന കിതാബ് എഴുതിയിട്ടുണ്ട്. the prophetic medicine, അത് പഠിക്കേണ്ട ശാസ്ത്രശാഖയാണ്. ഒരുപാട് വിഷയങ്ങൾ നബി തങ്ങൾ പറയുന്നുണ്ട്. ഇദാ സമിഅതും ബിൽ വബാഇ ബിഅർദിൻ ഫലാ തഖ്ദിമു ഇലൈഹി, ഏതെങ്കിലും ഒരു നാട്ടിൽ പ്ലാഗ് രോഗം പോലെയുള്ളത്, പടർന്നു പിടിക്കുന്ന രോഗം പോലെയുള്ളത് ഏതെങ്കിലും ഒരു നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോവരുത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. فإذا وقع بأرض وأنتم فيها, നിങ്ങളുള്ള ഏതെങ്കിലും ഒരു നാട്ടിൽ, നിങ്ങളുടെ മഹല്ലിലോ പഞ്ചായത്തിലോ നിങ്ങളുടെ ജില്ലയിലോ നിങ്ങൾ നിൽക്കുന്ന പ്രദേശത്തോ അങ്ങനെ ഒരു അസുഖം വന്നാൽ ഫലാ തഖ്റുജു ഫിറാറൻ മിൻഹു, അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓടുകയും വേണ്ട. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിക്കും രോഗമില്ലാത്ത ആളുകൾക്കും ഒരേപോലെ നീതി ചെയ്യുന്ന വർത്തമാനമാണ്, നിർദ്ദേശമാണ് തരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ പ്ലാഗ് രോഗം പിടിപെട്ടപ്പോ മദീനക്കാരെ പുറത്തു പോവരുത്, പുറത്തുള്ളവർ മദീനത്തേക്കും വരരുതെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ മുഖത്ത് നോക്കി തുമ്മരുതെന്നാണ്. ജനങ്ങളുടെ മുഖത്തേക്ക് ഉറക്ക തുമ്മ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇദാ അത്വസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ ജനങ്ങളുടെ മുഖത്ത് നോക്കി തുമ്മരുത്. ചിലരൊക്കെ തുമ്മല് 4-5 മീറ്റർ ദൂരത്തേക്ക് വരെ എത്തും. അതിന്റെ സ്പ്രേ അതൊക്കെ എന്ത് ചെയ്യാ? കൈകൊണ്ട് പൊത്തിപ്പിടിക്കണം. എന്താ നബി തങ്ങൾ പഠിപ്പിക്കുന്നത് നോക്കൂ. ഇദാ അത്വസ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുമ്മുന്ന സമയത്ത് നബി തങ്ങൾ തുമ്മുകയായിരുന്നെങ്കിൽ 2 കൈകൾ ഉപയോഗിച്ച് മൂക്ക് പൊത്തിപ്പിടിക്കുകയോ ഒരു വസ്ത്രത്തിന്റെ കഷ്ണമെടുത്ത് മൂക്ക് പൊത്തുകയോ ചെയ്യുന്നത് ഹബീബിന്റെ ജീവിതത്തിൽ പതിവായിരുന്നുവെന്ന് ഹബീബിനെ സംബന്ധിച്ച് ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ കാണാൻ കഴിയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എപ്പോഴും ഒരു ടവലൊക്കെ കൊണ്ടുനടക്കാൻ, ഒരു ടിഷ്യൂ, ഒരു ടവലോ, ഒരു തുണിയുടെ പീസോ, അങ്ങനെ വല്ല തുമ്മലിന്റെ അലർജി അസുഖമുള്ളവരെ എന്ത് ചെയ്യണ്ട, അങ്ങോട്ടങ്ങ് തുമ്മിക്കളയണ്ട. ചിലർക്കൊക്കെ തല തോത്തേണ്ടി വരും അടുത്തുള്ള ആളൊക്കെ തുമ്മിയാൽ. അങ്ങനെ ആവരുത്. ഹൈജീൻ, വൃത്തി സൂക്ഷിക്കണം എന്നാണ്. ഇതൊക്കെ നമ്മുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് ശറഅ് പറയുന്ന ഭാഗങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പാലിച്ചാൽ ഭയങ്കര കൂലി കിട്ടും. തുമ്മാത്തവരാരെങ്കിലും ഉണ്ടോ അവിടെ? എല്ലാവരും തുമ്മുന്നവരല്ലേ? അപ്പോ ആ കൂലി കിട്ടണമെങ്കിൽ മുത്തനബി തങ്ങൾ എന്ത് ചെയ്തു? ഓർമ്മ വരിക, കൈ പൊത്തിപ്പിടിച്ചിട്ട് മറപിടിച്ചിട്ട്, അല്ലെങ്കിൽ തുണികഷ്ണം കൊണ്ട് മറപിടിച്ചിട്ടേ നബി തങ്ങൾ തുമ്മുമായിരുന്നുള്ളൂ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ഗഹനമായ രീതിയിൽ
ശറഈന്റെ കാഴ്ചപ്പാടുകൾ അംഗീകരിച്ചു പോന്നപ്പോഴാണ് മുസ്ലിം നാടുകളിൽ നിന്ന് മാറാ രോഗങ്ങൾ ഉണ്ടാവാതെ പോയത്. ഡോക്ടർ ബെർനാഡ് ഷാ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ഡോക്ടേഴ്സ് ഡിലമാസ് എന്ന് പറയുന്ന, ഡോക്ടർമാരുടെ പ്രതിസന്ധികൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വിശ്വവിഖ്യാതമായ പുസ്തകമുണ്ട്, ഡോക്ടേഴ്സ് ഡിലമ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇസ്ലാമിക രാജ്യങ്ങൾ ഗ്രേറ്റ് ബ്രിട്ടനെ പോലെയുള്ള വലിയ വലിയ ശക്തികൾ കീഴടക്കിയപ്പോ പാശ്ചാത്യരായ ആളുകൾ ഇസ്ലാം ആചരിച്ചു വന്നിരുന്ന നാടുകൾ കീഴടക്കിയപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, സാൻഡ്വിച്ച് ഐലൻഡുകളെ പോലെ ആ ദ്വീപുകളിലൊക്കെ കൊളോണിയൽ ശക്തികൾ കടന്നു വന്നപ്പോ അവിടുത്തെ മുസ്ലിമീങ്ങളോട് നിങ്ങൾ ഇസ്ലാം കൈയൊഴിയണമെന്ന് പറഞ്ഞ് നിർബന്ധമായും അവരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുകയോ ഇസ്ലാമിനോട് വിട പറയാൻ നിർബന്ധിപ്പിക്കുകയോ ചെയ്ത സാഹചര്യങ്ങൾ ചില കൊളോണിയൽ ശക്തികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബെർനാഡ് ഷാ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്തതിന്റെ ശേഷം മുസ്ലിമീങ്ങളായ അവിടുത്തെ ആളുകൾ ഇസ്ലാം അനുസരിക്കാതെ അല്ലെങ്കിൽ മതം പ്രാക്ടീസ് ചെയ്യാതെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ആ പ്രദേശങ്ങളിൽ മാറാ രോഗങ്ങൾ ഉണ്ടായത് എന്ന് തന്റെ പുസ്തകത്തിൽ ഡോക്ടേഴ്സ് ഡിലമ എന്ന പുസ്തകത്തിൽ ഡോക്ടർ ബെർനാഡ് ഷാ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വൃത്തിയും ശുചിത്വവും പാലിക്കുന്ന ഒരു സമൂഹത്തിൽ മാറാവ്യാധികൾ ഉണ്ടായിട്ടില്ല എന്നാണ് അതിനർത്ഥം. അല്ലെങ്കിൽ ഒരു പരിധിവരെ കുറവേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി മരുന്ന്, ഏതെല്ലാം മരുന്നുകൾ ഉപയോഗിക്കാം, റെസ്ട്രിക്ഷൻസ് ഇല്ല. ഹോമിയോപ്പതി ചിലർക്ക് അതായിരിക്കും, ചിലർക്ക് വൈദ്യമായിരിക്കും, ചിലർക്ക് നമ്മുടെ ഇംഗ്ലീഷ് മരുന്നായിരിക്കും, ചിലർക്ക് മറ്റേതെങ്കിലും സൗണ്ട് ഹീലിംഗ് ആയിരിക്കും, ചിലർക്ക് അക്വാപഞ്ചർ എന്ന് പറയുന്ന രീതിയിലുള്ള മറ്റു ചികിത്സ, ഇങ്ങനെ പല രീതികളിൽ പല മരുന്നുകൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. ആർക്ക് എവിടെയാണ് ചികിത്സ എന്ന് അള്ളാഹു ആലം. ഒരു രോഗത്തിന് അല്ലാഹുവേ നീ ശിഫ തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്താൽ ആ ദുആഇന്റെ ഉത്തരം നമ്മുടെ രോഗത്തിന് യുക്തമായ മരുന്ന് ഏത് ഡോക്ടറുടെ കയ്യിലുണ്ടോ ആ ഡോക്ടറുടെ അരികത്തേക്ക് എത്തലായിരിക്കാം. ആ മരുന്നിനെ പറ്റി അറിയുന്ന ഏതെങ്കിലും ഒരാൾ റോഡ് സൈഡിൽ വന്ന് കണ്ടപ്പോ ബസ് സ്റ്റാൻഡിൽ നിൽക്കുക, എന്താ പ്രശ്നം, എന്റെ ഉമ്മാക്കിന്ന അസുഖമാണ്. എന്നിട്ട് എന്ത് ചെയ്തു, കുറെ മംഗലാപുരത്ത് കാണിച്ചു, അവിടെ കാണിച്ചു, കോഴിക്കോട് കാണിച്ചു, ഇവിടെ കാണിച്ചു, ഒന്നും മാറ്റല്ല. എന്നാലേ എന്റെ ഉമ്മാക്ക് അതേ അസുഖം ഉണ്ടായപ്പോഴേ ഞങ്ങൾ ഇന്നാലിന്ന വൈദ്യനെ പോയി കാണിച്ചു. ഉദാഹരണം പറയാം, ആ വൈദ്യനെ ചെന്ന് കാണുന്നു, നിസ്സാര വിലക്കെന്തോ മരുന്ന് കിട്ടി, ഉമ്മാക്ക് ശിഫയായി. ഇത് ഉമ്മാക്ക് ശിഫ നൽകണേ പടച്ചോനെ എന്ന് ദുആ ചെയ്യുന്നതിന്റെ ദുആഇന്റെ ഉത്തരമാണ്. കൈകളിൽ ബറക്കത്തുള്ള ഡോക്ടർമാരുടെ മുമ്പിലേക്ക് എത്തിപ്പെടുന്നത് വലിയ സൗഭാഗ്യമാണ്, വലിയ സൗഭാഗ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തേനിൽ ശിഫയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല തേനോട് കിട്ടാണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഒക്കെ ശർക്കര കലക്കി വിടാണേ. പല കമ്പനികളും തേനീച്ചകളെ തന്നെ വളർത്തുന്നുണ്ട്. തേനീച്ചകൾക്ക് പിന്നെ അവര് ഷുഗർ കുടിക്കാൻ കൊടുക്കുകയാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് ഉൽപാദനം നടക്കും. ആ തേനൊന്നും അല്ല നമുക്ക് വേണ്ടത്. നല്ല പൂമ്പൊടികളിൽ പുളിയുള്ളതും മധുരമുള്ളതും സുഗന്ധമുള്ളതും അല്ലാത്തതുമായ പൂക്കളിൽ നിന്ന് അതിന്റെ തേനെടുത്ത് നല്ല മനോഹരമായ തേനായി വിസർജ്യമായി നൽകുന്ന തേനീച്ച. നഹ്ൽ ശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേരാണല്ലേ സൂറത്തുൻ നഹ്ൽ. ഹനീബി, തേനീച്ച വലിയൊരു അത്ഭുതമാണ്. തേനീച്ചയെ കുറിച്ച് മാത്രം തന്നെ വേദ പറയാനുണ്ട്. അതിന്റെ അത്ഭുതങ്ങളും അതിൽ വന്ന സയന്റിഫിക് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഭാഗങ്ങൾ. وأوحى ربك إلى النحل أن اتخذي من الجبال بيوتا ومن الشجر ومما يعرشون ثم كلي من كل الثمرات فاسلكي سبل ربك ذللا يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس إن في ذلك لآية لقوم يتفكرون. നബിയെ, അങ്ങയുടെ രക്ഷിതാവ് തേനീച്ചക്ക് ഉത്ബോധനം കൊടുത്തു. ഔഹാ റബ്ബുക, അല്ലാഹു വഹി കൊടുത്തു. ഇലൻ നഹ്ലി, തേനീച്ചക്ക്. നഹ്ലിന് ഹാഇന്റെ മേലൊരു പുള്ളി കൊടുത്താൽ നഖ്ലാവും, ഈത്തപ്പനയാവും. അത് പുള്ളി എടുത്തു മാറ്റിയാൽ തേനീച്ചയാണ്. നഹ്ലും നഖ്ലും തമ്മിലുള്ള വ്യത്യാസം ഒരു ചെറിയ പുള്ളിയിലാണ്. നഹ്ൽ തേനാണ്. എന്താ തേനീച്ചയോട് പറഞ്ഞത്? അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതാ,
പർവ്വതങ്ങളിൽ പോയി നീ നിന്റെ കൂട് വെക്കുക, വീട് വെക്കുക. വമിന ശജരി, വൃക്ഷങ്ങളിലും തൂങ്ങി നിൽക്കാൻ പറ്റുന്നിടത്തും. വമിമ്മാ യഅരിശൂൻ, പന്തൽ പോലെ കെട്ടിയുണ്ടാക്കുന്നതിൽ അവിടെ നിനക്ക് കൂടുവെക്കാം. വൃക്ഷങ്ങളിൽ കൂടുവെക്കാം, പർവ്വതങ്ങളിൽ കൂടുവെക്കാം, പന്തലിൽ. അതാണ് നമ്മുടെ ബിൽഡിങ്ങിന്റെ ഒക്കെ സൈഡിലൊക്കെ ചിലപ്പോ തേനീച്ചയുടെ കൂട് കാണും അല്ലേ? നമ്മൾ മറയായി വെക്കുന്ന പന്തല് പോലെ നമ്മൾ ഷെയ്ഡായി ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളുടെ ഒക്കെ വക്കിലൊക്കെ കാണും. മലകളിൽ, പർവ്വതങ്ങളിൽ, പൊത്തുകളിൽ, മാളങ്ങളിൽ, പിന്നെ വൃക്ഷങ്ങളിലൊക്കെ. അള്ളാഹു തേനീച്ചയോട് പറഞ്ഞു, ഇവിടെയൊക്കെയാണ് നീ വീട് വെക്കേണ്ടത്. എല്ലാ പഴങ്ങളിൽ നിന്നും എല്ലാ ഫ്രൂട്ടുകളിൽ നിന്നും നീ പോയി കഴിച്ചേക്കണം, പൂക്കളിൽ നിന്ന്. കുലി, പെണ്ണിനോട് പറയുന്ന പ്രയോഗമാണത്. ഒക്കെ അത്ഭുതമുണ്ട്. തേനീച്ചയിൽ ആണും പെണ്ണുണ്ട്. അള്ളാഹു ആരോടായി തിന്നാൻ പറഞ്ഞെന്നറിയോ? ആരോടാ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞത്? കുലി, കുൽ ആണിനോടാ പറയാ. കുലി എന്ന് പറഞ്ഞ പെണ്ണിനോടാണ്. ഫസുലുകി സുബുല റബ്ബികി ദുലുലാ, അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വഴികളിലൂടെ നീ ഓടിച്ചെന്ന് പൂമ്പടികളെടുത്ത്, പൂന്തേനുകളെടുത്ത് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരണം. ആരാ റൂട്ട് കൊടുക്കണത്? സുബുല റബ്ബികി, അള്ളാഹുവിന്റെ GPS സംവിധാനം അള്ളാഹു പറഞ്ഞു കൊടുക്കണത്. തേനീച്ച എവിടെ പോയാലും കൂട്ടിലേക്ക് തിരിച്ചെത്തും. ട്രാഫിക് സിഗ്നലുണ്ടോ? സൈൻ ബോർഡുകളുണ്ടോ? ഒന്നുമില്ല. അള്ളാഹു കൊടുക്കുന്ന സംവിധാനമാണ് എന്ന് പറയാൻ കാരണം, ഈ പൂന്തേൻ ശേഖരിക്കുന്നത് തേനീച്ചകളിൽ പെണ്ണുങ്ങളാണെന്നാണ്. അതാണ് അത്ഭുതം. ആണുങ്ങൾ കൂടുകൾ റെഡിയാക്കി കൊടുക്കും. പൂന്തേൻ കൊണ്ടുവരുന്നത് തേനീച്ചകളിൽ പെണ്ണാണ്. ഒരു തേനീച്ചയെ പോലും പരിശോധിക്കാൻ നിബിധങ്ങൾക്കന്ന് കഴിഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആനായി പറയുന്നത് അള്ളാഹു അറിയിച്ചു കൊടുത്ത റബ്ബിന്റെ വഹയാണ്. ഖുർആൻ മുത്തുനബി ഉണ്ടാക്കി പറഞ്ഞതല്ല എന്നറിയാൻ സംശയാലുക്കൾക്ക് ഒരു ഉദാഹരണമാണ് ഈ പരാമർശം. കുലി, പെണ്ണിനോടാ, തേനീച്ചയിലെ പെണ്ണിനോടാ ഖുർആൻ തേൻ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നത്, പൂന്തേൻ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത്. യഖ്റുജു മിൻ ബുതൂനിഹാ, തേനീച്ചയുടെ വയറ്റിൽ നിന്നും പുറത്തു വരുന്നുണ്ട് ശറാബ്, നല്ല ഒരു പാനീയം. മുഖ്തലിഫുൻ അൽവാനുഹു, അതിന്റെ നിറങ്ങളിൽ വ്യത്യാസമുണ്ട്. ചിലത് കടുത്ത ചുമപ്പ്, ചിലതൊരു മഞ്ഞ നിറം, ചിലത് മഞ്ഞയും ചുമപ്പും കലർന്നത്, ചിലത് വെറും വെളുത്തതും മഞ്ഞയുമായത്. അങ്ങനെയൊക്കെ വ്യത്യസ്ത നിറങ്ങളിലുള്ള തേൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഫീഹി ശിഫാഉൻ ലിന്നാസ്, ഇതിൽ ജനങ്ങൾക്ക് ശിഫയുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ആയത്താണ് പഠിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് ശിഫയുണ്ട് തേനിൽ. വീടുകളിൽ നമ്മൾ സ്ഥിരമായിട്ട് വെക്കേണ്ട ഒരു സംഗതി അതാണ്. തേന് നിർബന്ധമാണ്. സൈത്തൂൻ, ഒലീവ് കിട്ടുകയാണെങ്കിൽ, ഇവിടെയൊക്കെ കിട്ടുന്നുണ്ടോ? ചൈനക്കാരെ പ്ലാസ്റ്റിക് അത് ഇറങ്ങും തോന്നുന്നുണ്ട്. മുട്ട വരെ ഇറങ്ങിയെന്നാ കേട്ടത് പോലെ. ഒലീവിൽ സൈത്തൂൻ വീട്ടിൽ വേണമെന്നാണ്. സംസം ഇൻഷാ അല്ലാഹ് വഴിയൊരു ഹദീത്ത് വരുന്നുണ്ട്. സമയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഹദീത്ത് കൂടെ പറയാം. ഇത് മൂന്നും നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെങ്കിലൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുന്നവര്, വീട് വെച്ചിട്ടൊന്നും ചെയ്യണ്ടേ, അള്ളാഹ് നിഅമത്ത് ചെയ്തവര് എന്ത് ചെയ്യാ, അതൊക്കെ ചെയ്താൽ മതി. സംസം വെള്ളം, പിന്നെന്ത്, തേന്, അതുപോലെ തന്നെ സൈത്തൂന്റെ കായ, അതിന്റെ എണ്ണ നിർബന്ധമായും അതിന്റെ സൈത്തൂനിന്റെ എണ്ണ, ഒലീവിന്റെ എണ്ണ, ഒലീവെണ്ണ വളരെ ശിഫയുള്ള സംഗതിയാണ്. ഇത് ഞങ്ങൾ പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേനിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, വിശുദ്ധ ഖുർആനിന്റെയും അലൈക്കും ബിശ്ശിഫായിൻ, അല്ലാഹു ശിഫ തരുന്ന രണ്ട് ചികിത്സകൾ നിങ്ങൾ ചെയ്യണം. അൽ അസ്ലു വൽ ഖുർആൻ, ഒന്ന് തേനാണ്, മറ്റേത് ഖുർആനാണ്. അപ്പൊ ഒരു അരൽപ്പം തേനെടുത്തിട്ട് വിശുദ്ധ ഖുർആൻ ഓതുകയും ചെയ്ത് അതിൽ മന്ത്രിച്ചൂതി കഴിക്കുന്നത് വളരെയേറെ പുണ്യമുള്ളത്. അല്ലാഹു ശിഫ തരാൻ കാരണമാണ്. ഇബ്നു മാജ, ഹാക്കിം തങ്ങൾ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസ്, നബി തങ്ങൾ പറയുമായിരുന്നു, അശ്ശിഫാഉ ഫീ സലാത്ത്, മൂന്ന് കാര്യങ്ങളിൽ ശിഫയുണ്ട്. ശർബത്തു അസലിൻ, തേൻ കഴിക്കുന്നത്. ശർത്തത്തു മുഹജ്ജമിൻ, കൊമ്പ് കുത്തുന്നത്. വകയ്യതു നാർ, തീ കൊണ്ട് ചൂടാക്കിയെടുക്കുന്നത്. പഴയകാലത്തൊരു ചികിത്സാ രീതിയാണ് തീ കൊണ്ട് ചൂടാക്കുന്നത്.
വഅന അൻഹാ ഉമ്മതി അനിൽ കയ്യി, എന്റെ ഉമ്മത്തികളോട് ആ തീ കൊണ്ടുള്ള ചികിത്സ വേണ്ട എന്ന് ഞാൻ പറയുന്നു. എന്നാൽ നിങ്ങൾക്ക് തേനിന്റെ ചികിത്സയാവാം, ഹജ്ജാമിന്റെ ചികിത്സയാവാം. ഹജ്ജാം കൊമ്പ് വെക്കുന്നത്, ഹിജാമ ചെയ്യുന്നത് നമ്മുടെ കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ അതിന്റെ എക്സ്പേർട്ടുകളായ ആളുകൾ ശരീരത്തിലെ ദുഷിച്ച രക്തം നമ്മുടെ ശരീരത്തിൽ നിന്ന് പിൻ ചെയ്തെടുത്ത് അത് പുറത്തേക്ക് എടുത്തു കളയുന്ന, ശരീരത്തിന്റെ കാൽമുട്ടിന് വേദനയുള്ളവര്, ഊരയ്ക്ക് വേദനയുള്ളവര്, നടക്കാൻ പറ്റാത്തവർക്കൊക്കെ ഹിജാമ ചെയ്തിട്ട് വലിയ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ എക്സ്പേർട്ടുകളായ ആളുകൾ ഒരുപാട് ഭാഗങ്ങളുണ്ട്. കോഴിക്കോട് ജില്ലയിലുണ്ട്, കാഞ്ഞങ്ങാട് ഭാഗത്തുണ്ടെന്നാണ് എന്റെ അറിവ്. കാസർഗോഡ് എനിക്ക് വലിയ വിവരമൊന്നുമില്ല. കണ്ണൂരുണ്ട്, മലപ്പുറം ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഹിജാമ ചെയ്യുന്നവർ. വളരെ എല്ലാവർക്കും പഠിച്ചെടുക്കാവുന്ന സംഗതിയാണ്. നബി തങ്ങൾ ചെയ്തിട്ടുണ്ട് ഹിജാമ. അന്ന് കൊമ്പ് കുത്തുക എന്നാ പറയാ. ഇന്ന് കൊമ്പൊന്നുമല്ല ഉപയോഗിക്കുക, മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രക്തം അത് സക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഹിജാമ, തീ കൊണ്ടുള്ള ചൂടാക്കിയുള്ള ആ ചികിത്സ വേണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് എന്ത് മുറിവുണ്ടായാലും അവിടെ തേൻ തേക്കുമായിരുന്നു. നമ്മൾ ഓയിൽമെന്റ് തേക്കുന്ന പോലെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ത് അസുഖം, ഒരു മുറിവ് വന്നാൽ അവിടെ ഓയിൽമെന്റ് തേക്കുന്നവർ എന്ത് ചെയ്യും? തേൻ തേക്കുമായിരുന്നു. ഉമർ തങ്ങളുടെ പൊന്നാര മോൻ മുത്തബിഉസ് സുന്ന മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ حتى الدمل إذا خرج عليه طلع عليه عسلا. മുഴകളും അതുപോലെ തന്നെ ശരീരത്തിൽ കുമിളകൾ പൊങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ മീതെ മഹാനവറുകൾ തേൻ തേക്കുമായിരുന്നു. അബീ വജ്ർ റളിയല്ലാഹു അൻഹു, അത് വലിയ അത്ഭുതമാണ്. കണ്ണിൽ നമ്മൾ സുറുമ എഴുതൂലേ, അതിന് പകരം ചെറുതായി തേനിന്റെ ലൈനിടുമായിരുന്നു കണ്ണിൽ മഹാനായ അല്ലാമ അബീ വജ്ർ റളിയല്ലാഹു അൻഹു. ചെയ്യണം എന്നല്ല പറഞ്ഞത്, അത്ര പോലും അതിൽ ശിഫയുണ്ടല്ലോ, കണ്ണിന് ആരോഗ്യം ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ മുൻഗാമികൾ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. എല്ലാ രോഗത്തിനും തേന് കൊണ്ട് ചികിത്സിക്കുമായിരുന്നവര്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളയല്ലേ ശിഫയുണ്ടെന്ന് പറഞ്ഞത്. ഈമാനുള്ളവർക്ക് ശിഫയുണ്ടാകും. ഇതിലൊക്കെ അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ട് ശറഈന്റെ കാര്യത്തിലെ. മുത്തുനബിയുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ജ്യേഷ്ഠന് വല്ലാത്ത വയറുവേദനയാണ്, വല്ലാത്ത വയറുവേദനയാ നബിയേ. ഞങ്ങൾ എന്ത് പറഞ്ഞു? ഇസ്ഖിഹി അസലാ, തേൻ കൊടുക്കാൻ വേണ്ടി പറയണം, തേൻ കുടിക്കാൻ വേണ്ടി പറ. തേൻ കൊടുത്തു, വയറുവേദന അങ്ങോട്ട് കൂടി. ഓടി വന്നു, നബിയേ തേൻ കൊടുത്തിട്ട് വയറുവേദന കൂടി നബിയേ, എന്താ ഇനി ചെയ്യേണ്ടത്? ഇസ്ഖിഹി അസലാ, തേൻ കൊടുക്ക്, തേൻ കൊടുക്ക്, തേൻ കുടിക്കാൻ വേണ്ടി പറ എന്ന് പറഞ്ഞു നബി തങ്ങൾ. ഓടി വന്നു, നബിയെ വയറുവേദനക്ക് യാതൊരു കുറവുമില്ല, വയറുവേദന കൂടുകയാണ് ഉണ്ടായത്, എന്താ നബിയെ ഇനി ചെയ്യേണ്ടത്? ഇസ്ഖിഹി അസലാ, തേന് കൊടുക്ക്. അല്ലാഹു പറഞ്ഞത് സത്യമാണ്, നിന്റെ ജ്യേഷ്ഠന്റെ വയറാ ഇപ്പൊ നുണ പറയുന്നത്, തേൻ കൊടുക്ക്. മൂന്നാമത്തെ തവണ ആ വാക്ക് പറഞ്ഞ് ഹബീബ് തേൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ മനസ്സിലെ ഒരു നീയത്തോടു കൂടെ അയാൾ കുടിച്ചു. നബിയുടെ ഈ വാക്കും കൂടെ പറഞ്ഞു. നബി പറഞ്ഞ് സ്വദഖല്ലാഹ്, അല്ലാഹുവിന്റെ വചനം സത്യമാണ്, ശിഫയുണ്ടെന്ന് അല്ലാഹ് പറഞ്ഞില്ലേ. വകദബ ബത്നു അഖീക, നിന്റെ സഹോദരന്റെ വയറാണ് ഇവിടെ നുണ പറയുന്നത്. ആ ഒരു ബോധത്തിൽ അങ്ങോട്ട് കുടിച്ചപ്പോൾ ഫബരിഅ, അയാൾക്ക് രോഗം ശിഫയായി എന്ന് നമ്മുടെ സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ കഴിയും. തേനിൽ ശിഫയുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപസ്മാര രോഗമുണ്ടാകുന്ന ആളുകളെ, അപസ്മാര രോഗം ചെറിയ മക്കൾക്കൊക്കെ ഉണ്ടാവുന്നത് കാണാം, പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്കൊക്കെ കാണാം. അല്ലാഹു ശിഫ നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ. അത്തരം ആളുകൾക്ക് ഉലമാ, മുസ്ലിമീങ്ങളായ പണ്ഡിതന്മാർ, ആലിമീങ്ങൾ അവർ നിർദ്ദേശിക്കുന്ന ചികിത്സയുണ്ട്. രാവിലെ എഴുന്നേറ്റ ഉടനെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒരു ചെറിയ കപ്പിൽ ഒരൽപ്പം തേന് വെറും വയറ്റിൽ കഴിക്കുന്നത്. എന്നിട്ട് സൂറത്തുൽ ജിൻ അറിയില്ലേ? قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا. ആ സൂറത്ത് ഒന്നാകെ ഒരൽപ്പം വെള്ളം, ചൂടുള്ള വെള്ളം എടുത്ത് അതിൽ തേൻ കലക്കിയ വെള്ളം, അല്പം ചൂടുള്ള വെള്ളത്തിൽ സൂറത്തുൽ ജിൻ ഓതിയിട്ട് ആ വെള്ളത്തിലേക്ക് ഊതുകയും അത് കുടിക്കാൻ പറയുകയും ചെയ്യണം രോഗിയോട് 7 ദിവസം. ഇൻഷാ അല്ലാഹ് ആ രോഗിക്ക്
ആർക്കാണോ രോഗമുള്ളത്, അപസ്മാരത്തിന്റെ രോഗമുള്ളത്, അവർക്ക് ശിഫ വരുമെന്ന് അത് മുജറബായ അനുഭവമാണെന്ന് നമ്മുടെ ആലിമീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാഴ്ച ചെയ്തു, സുഖമായില്ല. സുഖമാകുന്നവരെ വീണ്ടും അത് ആവർത്തിക്കണം, അതിൽ ശിഫയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഹബ്ബത്തുസ് സൗദാ, കരിഞ്ജീരകം എന്നാ പറയാ. ഇവിടെ കിട്ടാനുണ്ടോ സാധനം? കരിഞ്ജീരകം അറബികളൊക്കെ ചോദിച്ചു വാങ്ങിക്കൊണ്ടുപോകും. ഇപ്പോഴും കരിഞ്ജീരകം ചെറിയ കടുക് പോലെ തന്നെ ഉള്ളത്, ഭയങ്കര ശിഫണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞ സംഗതിയാണത്. കുറച്ചൊക്കെ കൊണ്ടേച്ചു കൊടുക്കുക. നല്ല ഈമാനോടുകൂടെ ബിസ്മില്ലാഹ് കഴിച്ചു നോക്കി, അല്ലാഹു ശിഫ തരും. ഡോക്ടറെ പോയി കാണണേ. ഡോക്ടറെ കാണാൻ പാടില്ല നമ്മൾ പറയില്ലേ? ഡോക്ടറെ പോയി കാണണം, ചികിത്സിക്കണം, റസൂലുള്ളാഹിന്റെ ഈ ചികിത്സയും ചെയ്യാം. അങ്ങനെയാണ് എല്ലാം ചെയ്തേക്ക്. എവിടെയാണ്, ഏത് സബബാണ് അല്ലാഹു തആല ശിഫാഇന് കാരണമാക്കി വെച്ചത് നമുക്കറിയില്ലല്ലോ. ഹബ്ബത്തുസ് സൗദാ, ഹബീബ് തങ്ങൾ പറയുമായിരുന്നു, അലൈക്കും ബിഹാദിഹിൽ ഹബ്ബത്തിസ് സൗദാ, നിങ്ങൾ കരിഞ്ജീരകം നിങ്ങൾ ഉപയോഗിക്കണേ. ഫഇന്ന ഫീഹാ ശിഫാ മിൻ കുല്ലി ദാഇൻ, എല്ലാ രോഗത്തിനും അതിൽ ശിഫയുണ്ട്. ഇല്ലസ്സാം, മരണത്തിനൊഴികെ എല്ലാ രോഗങ്ങൾക്കും ഹബ്ബത്തുസ് സൗദായിൽ ശിഫയുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട്. ഹബ്ബത്തുസ് സൗദാ, കരിഞ്ജീരകം. അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ തിബ്ബുൻ നബവിയുടെ മുഅല്ലിഫായ മഹാൻ പറയുമായിരുന്നു, ഹിയ കസീറത്തുൽ മനാഫിഇ ജിദ്ദാ, ഒരുപാട് അസുഖങ്ങൾക്ക് അതിൽ ശിഫയുണ്ടെന്നാണ്. രക്തം ശുദ്ധിയാവാൻ, ഹാർട്ട് ശുദ്ധിയാവാൻ, വയറ് ശുദ്ധിയാവാൻ, ശ്വാസോച്ഛ്വാസത്തിന്റെ തടസ്സങ്ങൾ ഇല്ലാതെയാവാൻ തുടങ്ങി ഒരുപാട് രോഗങ്ങൾക്ക് അതിൽ ശിഫയുണ്ടെന്ന് മഹാനായ അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. നിബിധങ്ങൾ പഠിപ്പിച്ച ചികിത്സയുടെ ഭാഗമാണ് അസ്സൈത്തൂൻ അല്ലെങ്കിൽ സൈത്തൂൻ, ഒലീവിന്റെ എണ്ണ. ഒലീവിന്റെ എണ്ണ മെഡിറ്ററേനിയൻ കടലിന്റെ പരിസരത്തുള്ള നാടുകളിൽ, അങ്ങ് സ്പെയിനിൽ വരെ, അക്കരെയാണ് സ്പെയിൻ കിടക്കുന്നത്, ഫലസ്തീനിലൂടെ ഇങ്ങനെ ടർക്കിയുടെ ഭാഗത്തൂടെ കടന്നുപോയി അങ്ങ് സ്പെയിനിലേക്ക് എത്തുന്നവരെയുള്ള ആ വലിയ പ്രദേശം, മെഡിറ്ററേനിയൻ കടലിന്റെ പരിസര ഭാഗങ്ങളിൽ കാണുന്ന, ഷാമിൽ കാണുന്ന മുബാറകത്തായ ബറക്കത്തുള്ള വൃക്ഷമാണ് സൈത്തൂൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുലു സൈത, നിങ്ങൾ ഒലീവിന്റെ എണ്ണ നിങ്ങൾക്ക് കഴിക്കാം. വദ്ദഹിനൂ ബിഹി, അതുകൊണ്ട് നിങ്ങൾക്ക് എണ്ണ തേക്കാം. ഫഇന്നഹു മിൻ ഷജറത്തിൻ മുബാറക, അത് ബറക്കത്തുള്ള വൃക്ഷത്തിന്റേതാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുബാറകത്തായ വൃക്ഷമാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് എന്ന ആയത്തുൻ നൂറിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, യൂഖദു മിൻ ഷജറത്തിൻ മുബാറക, ബറക്കത്തുള്ള ഒരു വൃക്ഷത്തിലാണ് ഇത് കത്തിക്കപ്പെടുന്നത്. സൈത്തൂനിന്റെ എണ്ണയിലാണെന്ന് സാരം. സൈത്തൂനിന്റെ എണ്ണയ്ക്ക് ശിഫയുണ്ട്. നാലാമത് മാഉ സംസം, സംസം വെള്ളത്തിന് ശിഫയുണ്ട്. മുഅ്മിനേ, ഖൽബിൽ ഈമാൻ വേണം, അല്ലാഹുൽ ഈമാൻ വേണം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറക് കൊണ്ട് തൊട്ടത്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കാലുകൊണ്ട് നനഞ്ഞത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന വാപ്പയുടെ ദുആഇന്റെ ഉത്തരം, ഹാജർ റളിയല്ലാഹു അൻഹ റബ്ബിലേക്ക് തവക്കുലാക്കിയപ്പോൾ അല്ലാഹു നൽകിയ ഇജാബത്ത്, ഇതൊക്കെയാണ് സംസം. മാഉ സംസം ഖൈറു മാഇൻ അലൽ അർദ്, ഭൂമിയിലുള്ള ഏറ്റവും ഖൈറായ വെള്ളം സംസമാണെന്ന് പരിശുദ്ധ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർദി മാഉ സംസം ഫീഹി തുആമുൻ മിനത് തുഅം വശിഫാഉൻ മിനസ് സഖം, രോഗത്തിന് ചികിത്സയാണത്, ഭക്ഷണത്തിന് ഭക്ഷണവുമാണ് സംസമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മക്കത്തൊക്കെ പോയവർക്ക്, വിശേഷിച്ച് റമളാനിൽ പോയാൽ ശരിക്കും അനുഭവിക്കാൻ വേണ്ടി കഴിയും. സംസം വെള്ളം കുടിച്ചു, കാരക്കും കുടിച്ചു, നോമ്പുറന്നു, അത്താഴത്തിനും സംസം വെള്ളം കുടിച്ചു, ഒരു വിശപ്പും തോന്നണില്ല. ഇനിയിപ്പോ നോമ്പൊന്നും ഇല്ലാത്ത സമയമാണെന്ന് വിചാരിച്ചോളൂ. സംസം വെള്ളം നന്നായി കുടിച്ചു, വേറെ ഒരു വെള്ളം തൊട്ടില്ല. നിങ്ങൾ ദുഹർ നിസ്കരിച്ചു, നിങ്ങൾക്ക് ഒന്നും മുറിഞ്ഞിട്ടില്ല, മൂത്രമൊഴിക്കേണ്ട ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഇടയ്ക്ക് ഏതോ ഒരു അറബി ഒരു ഫ്ലാസ്കിൽ കുറച്ച് കാപ്പി കൊണ്ടുവന്നപ്പോ, ഒരു കാപ്പി കിട്ടുമെന്ന് വിചാരിച്ചോടെ ഒരു അരക്കാപ്പി നിങ്ങൾ കുടിച്ചോ, എന്നാ പിന്നെ നിങ്ങൾക്ക് ബാത്റൂമൊക്കെ പോണ്ടി വരും. സംസം വെള്ളവുമായി മറ്റൊന്ന് മിക്സ് ചെയ്തില്ലെങ്കിൽ അതിന് വല്ലാത്ത ഒരു ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ഗുണമുള്ള ഒരു പുണ്യജലമാണ് മാഉ സംസം. വല്ലാത്തൊരു അത്ഭുതമുള്ളതാണത്. മാഉ സംസം ലിമാ ശുരിബല, എന്തുദ്ദേശിച്ചുകൊണ്ടാണോ നിങ്ങൾ കുടിക്കുന്നത്, സംസം അതിനുള്ളതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബ്ലഡ് ക്യാൻസർ വന്നിട്ട്
ഡോക്ടർമാർ കൈയൊഴിഞ്ഞിട്ട് ശിഫയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ബ്ലഡ് ക്യാൻസർ രോഗമുണ്ടായിട്ട് ആ അസുഖത്തിന് വേണ്ടി ആ അസുഖം ശിഫയാവാനുള്ള നിയ്യത്തും ചെയ്തിട്ട് അള്ളാഹുവിന്റെ ഹറമിലേക്ക് ഉംറക്ക് പോയി അവിടെ ചെന്ന് സംസമല്ലാതെ ഒരു വെള്ളവും തൊടാതെ സംസം മാത്രം കുടിച്ച് ആ രോഗത്തിന് ശിഫ കിട്ടിയ, അള്ളാഹു ശിഫ നൽകിയ ഒരു മഹദി കാസർഗോഡ് ജില്ലയിൽ തന്നെയുള്ള ഒരു സഹോദരി ഗൾഫിലുണ്ട്. ഇപ്പോ അവർക്ക് അള്ളാഹു ശിഫ നൽകി. എന്റെ ഖൽബിലെ ഈമാന. ആ മൂലയന്മാരിങ്ങനെ പറയലുണ്ട് സംസം അതിനുള്ളതാണ്. ആട്ടെ, ഒന്നും കിട്ടൂല. മാഉ സംസം അത് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് നിയ്യത്ത് വേണമെന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അസ്ഹാബ് പറയാറുണ്ട്. ശാഫി ഇമാം പറഞ്ഞു, എനിക്ക് സംസം കിട്ടിയപ്പോൾ എനിക്ക് 3 നിയ്യത്തുകളാ ഉണ്ടായിരുന്നത്. ഒന്ന്, എനിക്ക് ധാരാളം ഇൽമു വേണം. പിന്നെ ഒന്ന്, അള്ളാഹുവിനോട് ഞാൻ ചോദിച്ചു, റബ്ബേ എന്റെ ഖൽബിൽ ഈമാൻ ഉറപ്പിച്ചു തരണമേ. ആ 3 ചോദിച്ചു. അതിൽ 2 ഇതായിരുന്നു. ആ 2 അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു അവർ ചോദിച്ചു, എന്താ നിങ്ങൾ 3ാമത് അള്ളാഹുവിനോട് ചോദിച്ചത്? മഹാൻ പറഞ്ഞു, 2 ചോദിച്ച അള്ളാഹു തന്നതുകൊണ്ട് 3ാമത്തേതും അള്ളാഹു തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ 3ാമത് നിയ്യത്ത് ചെയ്തത് ദുഖൂലുൽ ജന്ന, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എന്നെ കടത്തണേ എന്നാണ്. 2 അള്ളാഹു തന്നിട്ടുണ്ട്, 3ാമത്തതും അള്ളാഹു എനിക്ക് തരുമെന്നാണ് എന്റെ പ്രതീക്ഷയെന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹു സംസം വെള്ളം കുടിക്കുന്ന അതിന്റെ പോരിശ നിബിതങ്ങൾ പറഞ്ഞു, മാഉ സംസം ലിമാ ശുരിബല, എന്തുദ്ദേശിച്ചു കുടിക്കുന്നുവോ അതിനുള്ളതാണ്. മാറാവ്യാധികൾക്ക് സംസമിൽ ശിഫയുണ്ട്. മുഅ്മിനേ, ഖൽബിൽ നിനക്ക് ഈമാൻ ഉണ്ടെങ്കിൽ സംസമിൽ ശിഫയുണ്ട്.